ഹലോ എവ്രി വൺ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് സൂത്രവാക്യം എന്ന് പറഞ്ഞ മൂവിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അതിൻ്റെ മുന്നേ ഇത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് യുജീൻ ജോസ് ചിറമേൽ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ്. തിരക്കഥ റെജിൻ എസ് ബാബു എന്ന് പറഞ്ഞിട്ട് പെൻഡുലം എന്ന് പറഞ്ഞിട്ടൊരു മൂവി വിജയ് ബാബുവിൻ്റെ അതിൻ്റെയൊക്കെ തിരക്കഥാകൃത്താണ്. അതുപോലെ ക്യാമറ ചെയ്തേക്കുന്നത് ശ്രീരാം ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരാളാണ്. എഡിറ്റിംഗ് ചെയ്തേക്കുന്നത് നിതീഷ് കേട്ടിയ. മ്യൂസിക് ചെയ്തേക്കുന്നത് ജീൻ പി ജോൺസൺ എന്ന് പറഞ്ഞിട്ട് പുള്ളിയും പെൻഡുലം മൂവിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്ന ആളാണ്. ഇതിൽ കാസ്റ്റ് വരുന്നത് ഷൈൻ ടോം ചാക്കോ, വിൻസി അലോഷ്യസ്, ദീപക് പറമ്പോൾ, പിന്നെ കുറെ ചെറിയ ചെറിയ ആൾക്കാരാണ്. നമുക്ക് ഒരുപാട് കാസ്റ്റ് ഒന്നും ഈ മൂവിയിലില്ല. ഈ ഒരു 3 പേരാണ് ഇതിൽ മെയിൻ ലീഡിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ. അതിലെടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ പുള്ളിയുടെ കരിയറിൽ ചെയ്തേക്കുന്നതിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ പുള്ളി ഒരു പോലീസുകാരൻ്റെ റോളാണ് ചെയ്തേക്കുന്നത്. ആ പോലീസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരനാണ്. പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ കുറേ പിള്ളേർക്ക് മാത്സ് ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന അതാണ് പുള്ളീൻ്റെ ഒരു ക്യാരക്ടർ. പടം ഫസ്റ്റിൽ കുറച്ച് നമുക്കൊരു എന്താണിത്, എന്ത് പടമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന കുറച്ച് സാധനങ്ങൾ അതിലുണ്ട്. അതേപോലെ തന്നെ എൻഡിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരു സസ്പെൻസ് ഇട്ടിട്ട് നമ്മൾ ഇതാണ് സംഭവിക്കാൻ പോകണമെന്ന് വിചാരിച്ച് പ്രിഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു സാധനം വന്ന് വീഴുന്ന രീതിയിലുള്ള ഒരു സസ്പെൻസ് ത്രില്ലർ. നല്ല സിനിമയാണ്, മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ. ദീപക് പാരമ്പോളിന്റെ ക്യാരക്ടറൊക്കെ മീൻസ് നമുക്ക് പുള്ളി ചെയ്തേക്കുന്നതിൽ നമുക്കൊരു വെറുപ്പ് തോന്നുന്ന ക്യാരക്ടർ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ദീപക് പാരമ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. വിൻസി എന്ന് പറയുന്നത് ഒരു നായിക കഥാപാത്രത്തിന്റെ റോള്, ഒരു ടീച്ചറുടെ വേഷം പുള്ളിക്കാരി ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നു. ഭയങ്കര വലിയ സംഭവം മൂവി എന്നൊന്നും പറയുന്നില്ല, പക്ഷെ നൈസായിട്ടിരുന്ന് കാണാം. കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ പടം കളിക്കുന്നുണ്ട്, പോയിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.